الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون സത്യവിശ്വാസികളെ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലയിലും അല്ലാഹു തആല അവന്റെ ഖൈറും ബറക്കത്തും നമ്മിലെല്ലാം ധാരാളമായി വർഷിക്കുമാറാവട്ടെ. കച്ചവടങ്ങളിൽ, ഇടപാടുകളിൽ, കുടുംബങ്ങളിൽ, മക്കളിൽ എല്ലാം അല്ലാഹു തആല ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ വിശ്വാസികൾക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് അംഫാലിലെ 2-ാമത്തെ വചനമാണ് ഓതി വെച്ചത്. കഴിഞ്ഞ 2 വെള്ളിയാഴ്ചകളിലായി ഈമാനിന്റെ വർധനവും കുറവുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഈമാൻ വർദ്ധിക്കാൻ ഉതകുന്ന കാര്യങ്ങളും ഈമാൻ കുറഞ്ഞു പോകാൻ കാരണമാകുന്ന സാഹചര്യങ്ങളുമാണ് കഴിഞ്ഞ 2 ആഴ്ചകളിൽ വിവരിച്ചത്. വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തുമാകുന്ന 2 പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കി ശരിയായ വിശ്വാസം സ്വീകരിച്ച് ജീവിതത്തിൽ കൃത്യമായ അടുക്കും ചിട്ടയും പാലിച്ചുകൊണ്ട് പാരത്രികമായ വിജയം ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണല്ലോ നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് ചില പ്രത്യേകമായ കാഴ്ചപ്പാടുകൾ, ചില അടുക്കും ചിട്ടകളുമൊക്കെ അനിവാര്യമായും ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ. ദുനിയാവിൽ സ്വാഭാവികമായും എല്ലാത്തരം മനുഷ്യന്മാരും ഉണ്ടാവും. മതമുള്ളവരും ഇല്ലാത്തവരും, പടച്ചറബിൽ അംഗീകരിക്കുന്നവരും പടച്ചോൻ തന്നെ ഇല്ല എന്ന് പറയുന്നവരും,
ജീവിതത്തെക്കുറിച്ച് കൃത്യമായ ലക്ഷ്യവും കാഴ്ചപ്പാടും ഉള്ളവരും അതൊന്നുമില്ലാത്തവരും തോന്നിയ പോലെ ജീവിക്കുന്നവരും അല്ലാത്തവരുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ദുനിയാവ് എന്നത്. അല്ലാഹു തആല ദുനിയാവിൽ നിശ്ചയിച്ച സംവിധാനവും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരെയും നോക്കി എല്ലാവരെയും പ്രീതിപ്പെടുത്തി എല്ലാവർക്കും ഒപ്പിച്ച് ജീവിച്ചു പോവുക എന്നുള്ളത് ഈ ദുനിയാവിൽ സാധിക്കുന്ന കാര്യമല്ല. വിശ്വാസി എന്ന നിലയ്ക്ക്, ഈമാനിന്റെ ആളുകൾ എന്ന നിലയ്ക്ക് ചില കൃത്യമായ അടുക്കും ചിട്ടകളുമാണ് അനിവാര്യമായി നമുക്ക് ഉണ്ടാകേണ്ടത്. ഹിജ്റ 300കളിൽ ജീവിച്ച ഇമാം മുഹമ്മദ് ഹുസൈനുൽ ആജുരി റഹിമഹുല്ലാ, അദ്ദേഹം അന്ന് എഴുതിയ ഗ്രന്ഥമാണ് അഖ്ലാഖു ഹമലത്തുൽ ഖുർആൻ എന്നത്. ഖുർആൻ വാഹകർക്കുണ്ടാവേണ്ട സ്വഭാവങ്ങളെയാണ് അദ്ദേഹം അതിലൂടെ വിവരിക്കുന്നത്. വിശുദ്ധ ഖുർആനിനെ ദലീലായി സ്വീകരിച്ച, പ്രവാചക വചനങ്ങളെ ദലീലായി പ്രമാണമായി അംഗീകരിച്ച, പടച്ച റബ്ബിനെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവേണ്ടുന്ന സ്വഭാവ വിശേഷങ്ങൾ അദ്ദേഹം പറയുന്നത്. ഒന്നാമത് അദ്ദേഹം സൂചിപ്പിച്ചത്, ഏറ്റവും പ്രധാനമായി ഒന്നാമതായി ഉണ്ടാവേണ്ടത് തഖ്വ തന്നെയാണ്. തഖ്വല്ലാഹ് ഫി സിർരി വൽ അലാനിയ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹനെ സൂക്ഷിക്കുക, അതാണ് പ്രധാനം. മറ്റുള്ളവരെല്ലാം നന്മകൾ ചെയ്യുന്നുണ്ടാകാം, തിന്മകൾ വേണ്ടെന്ന് വെക്കുന്നുണ്ടാകാം, അതൊന്നും പടച്ച റബ്ബിന് വേണ്ടിയല്ല. ആളുകളെ പേടിച്ചുകൊണ്ട്, പെരുദോഷം ഭയന്നുകൊണ്ട്, ചില നേട്ടങ്ങൾക്ക് വേണ്ടി, ദുന്യവിയായ ലാഭങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് മറ്റുള്ള ആളുകൾ ജീവിതത്തെ ക്രമീകരിക്കുന്നതെങ്കിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ച് തഖ്വല്ലാഹ് ഫി സിർരി വൽ അലാനിയ, സ്വകാര്യതയിലും പരസ്യത്തിലുമെല്ലാം പടച്ച റബ്ബിനെ സൂക്ഷിക്കുക. അതെങ്ങനെയാണ്? ബിസ്തിഇമാലിൽ വറഇ ഫീ മത്അമിഹി വമശ്റബിഹി വമൽബസിഹി എന്നാണ്. അവന്റെ ഭക്ഷണങ്ങളിൽ, പാനീയങ്ങളിൽ, വേഷവിധാനങ്ങളിൽ, വമക്സബിഹി അവന്റെ സമ്പാദ്യ മാർഗങ്ങളിൽ എല്ലാം സൂക്ഷ്മത പുലർത്തുക. അത് നമ്മെ അല്ലാത്തതിന് വ്യതിരിക്തമാക്കുന്ന ഘടകമാണ്. എല്ലാവരും പണമുണ്ടാക്കുന്ന ഏത് വഴിക്കും നമുക്ക് പണമുണ്ടാക്കാൻ പറ്റുകയില്ല. എല്ലാവരും കഴിക്കുന്ന എല്ലാ ഭക്ഷണവും നമുക്ക് കഴിക്കാൻ പറ്റുകയില്ല. അല്ലാത്തവർക്ക് വായക്ക് ടേസ്റ്റ് ഉണ്ടോ, ശരീരത്തെ ദോഷമാകുമോ എന്നേ നോക്കേണ്ടതുള്ളൂ, അവർ കഴിക്കാനും കഴിക്കാതിരിക്കുവാനും. വിശ്വാസിയെ സംബന്ധിച്ച് അതേക്കാൾ അപ്പുറത്ത് എന്റെ റബ്ബ് അനുവദിച്ചതാണോ അല്ലേ, ഹലാലാണോ അല്ലേ എന്ന് നോക്കിയിട്ടാണ് വിശ്വാസി ഒരു ഭക്ഷണം കഴിക്കുന്നതും അത് വേണ്ടെന്ന് വെക്കുന്നതും, ഒരു പാനീയം കുടിക്കുന്നതും അത് ഒഴിവാക്കുന്നതും, ഒരു വസ്ത്രം സ്വീകരിക്കുന്നതും ആ വസ്ത്രം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നു. എല്ലാ രംഗത്തും ആ വറഅ്, സൂക്ഷ്മതയാണ് അവൻ ഉണ്ടാവേണ്ടത്. അതിന്റെ കൂടെ അദ്ദേഹം പ്രത്യേകം ഓർമ്മപ്പെടുത്തി, തന്റെ വിഷയത്തിൽ എപ്പോഴും ഒരു ശ്രദ്ധയും ഒരു ജാഗ്രതയും അവൻ ഉണ്ടായിരിക്കണമെന്നാണ്. എല്ലാവരും പോകുന്ന പോലെ പോകേണ്ടവനല്ല അവൻ. ഹാഫിളൻ ലിസാനിഹി, തന്റെ നാവിനെ സൂക്ഷിക്കുന്നവനാണ് ഈമാനുള്ള മനുഷ്യൻ എന്നാണ്. ഇദാ തകല്ലമ ബിഇൽമിൻ ഇദാ റഅൽ കലാമ സ്വവാബ, അവൻ സംസാരിക്കുന്നുവെങ്കിൽ സംസാരിക്കേണ്ട സന്ദർഭത്തിലെ സംസാരിക്കൂ. അത് തന്നെയും ശരിയായ നിലയ്ക്ക് കൃത്യമായ തെളിവിന്റെ, അറിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവൻ സംസാരിക്കുക. വായിൽ വരുന്ന എല്ലാം വിളിച്ചു പറയുന്നവനല്ല സത്യവിശ്വാസി എന്നത്. നാവ് കൊണ്ട് എന്തും പറയാൻ കഴിയും എന്ന് കരുതി എന്തും പറയുന്നവനല്ല സത്യവിശ്വാസി. പറയും മുമ്പ് പല പ്രാവശ്യം ആലോചിച്ച് ഇത് പറയേണ്ടതാണോ, ഞാൻ പറയേണ്ടതാണോ, ഈ സമയത്ത് പറയേണ്ടതാണോ, പറഞ്ഞാലുള്ള ഗുണദോഷങ്ങൾ എന്താണ് എന്നെല്ലാം നോക്കിയിട്ടാണ് അവൻ സംസാരിക്കുക. നാവിനെ സൂക്ഷിക്കുന്നവനവൻ. മുൻഗാമികൾ പറഞ്ഞു വെച്ചത് ലിസാനുക അസദുക എന്നാണ്. നിന്റെ നാവ് എന്നത് നിന്റെ സിംഹം പോലെയാണ് എന്നാണ്. നീ ആ നാവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ വീട്ടിൽ സിംഹത്തെ വളർത്തിയ എങ്ങനെയാണോ, ഒന്ന് ശ്രദ്ധ വിട്ടാൽ നിന്നെ കടിച്ചു കീറുന്നതാണ് ആ സിംഹം. എന്ന മര്യാദക്ക് നോക്കിയാലോ നിനക്ക് നല്ല കാവൽക്കാരനുമാണ് ആ സിംഹം. അതുപോലെയാണ് ലിസാനുക അസദുക, നിന്റെ നാവ് നിന്റെ സിംഹമാണ് എന്നുവരെ മുൻഗാമികൾ പറഞ്ഞു വെച്ചത് കാണാൻ കഴിയും. അപ്പൊ സംസാരിക്കുന്നിടത്ത് ഇൽമടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. ഇരു സ്ഥലത്ത് മിണ്ടാതിരിക്കുന്നുവെങ്കിൽ ഒരു ഘട്ടത്തിൽ സംസാരിക്കാതിരിക്കുകയാണ് നല്ലത്, മൗനം പാലിക്കുകയാണ് നല്ലത് എന്നവന് ബോധ്യമാകുന്നിടത്ത് അവൻ മൗനം പാലിക്കുന്നു. അതും കൃത്യമായ അറിവിന്റെ, തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്
അവൻ അവിടെ മൗനം പാലിക്കുന്നുവെന്നാണ് പഠിപ്പിക്കുന്നത്. യഖാഫു മിൻ ലിസാനിഹി അശദ്ദ മിമ്മാ യഖാഫു മിൻ അദുവിഹി. തന്റെ ശത്രുവിനെ അവൻ എങ്ങനെ പേടിക്കുമോ അതിനേക്കാളേറെ പേടിയാണ് അവന്റെ നാവിനെ എന്നാണ്. ശത്രുവിനെ പേടിക്കുന്നതിനേക്കാൾ ഏറെ നാവിനെ പേടിക്കണം. ആ ശത്രുവിനെ പിടിച്ചു കെട്ടുന്നത് പോലെ തന്റെ നാവിനെ പിടിച്ചു കെട്ടണം. ആ നാവുകളുള്ള ഷർറിന് രക്ഷപ്പെടാൻ, അതിന്റെ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായി ശത്രുവിനെ പിടിച്ച് ബന്ധിക്കുന്നത് പോലെ തന്റെ നാവിനെ പിടിച്ച് ബന്ധിക്കുന്നവരാണ് സത്യവിശ്വാസി എന്നാണ്. നമുക്ക് എല്ലാ രംഗത്തും ഒരു വ്യതിരിക്തമായ സ്വഭാവം ഉണ്ടാകണം, സംസ്കാരം ഉണ്ടാകണം എന്നർത്ഥം. എല്ലാവരും അങ്ങനെയല്ലേ? ആരാപ്പം അങ്ങനെ അല്ലാത്തത്? പുറത്തേക്ക് കഴിഞ്ഞാൽ അതല്ലേ എല്ലാവരും ചെയ്യുന്നത്? അത് നോക്കാനല്ല നമ്മെ ഏൽപ്പിച്ചത്. നമ്മൾ ഈമാനുള്ളവരാണ്, ഈമാനിന്റെ അഹ്ലുകാരാണ്, മുഅ്മിൻ സത്യവിശ്വാസിയാണ്, ഈമാനുള്ളവരാണ് എന്നാണ് നമ്മെ പേരായി തന്നെ പരിചയപ്പെടുത്തുന്നത്. എങ്കിൽ എല്ലാ രംഗത്തും ആ ഒരു കൃത്യമായ അടുക്കും ചിട്ടയും പാലിക്കണം. അദ്ദേഹം ശേഷം പറയുന്നുണ്ട്, ചിരിക്കുന്നിടത്ത് പോലും അവർ കൃത്യമായ കാഴ്ചപ്പാടുണ്ട് എന്ന്. എല്ലാവരും പോലെ വെറുതെ തമാശകൾ പറഞ്ഞ് അങ്ങനെ പൊട്ടിച്ചിരിച്ച് നടക്കുന്നവനല്ല സത്യവിശ്വാസി. ചിരിയിൽ പോലും ഹക്ക് നോക്കി, സ്മാർട്ടിൽ നോക്കിയിട്ടാണ് അവിടെ പോലും അവൻ ശ്രദ്ധിക്കുന്നത്. അനാവശ്യമായ തമാശകൾ അവൻ പറയില്ല. തമാശ പറയുന്നിടത്ത് പോലും ഹക്ക് മാത്രമേ പറയൂ. തമാശക്കാണെങ്കിലും കളവ് പറയില്ല. ഒരാളെ പരിഹസിക്കില്ല, ഒരാളെ കുറിച്ച് മോശമായി പറയുകയില്ല, തന്നെ കുറിച്ച് അവൻ പ്രശംസിച്ച് പറയുകയുമില്ല. ഒരാളെയും ആക്ഷേപിക്കുവാൻ, ഗീബത്ത് പറയുവാൻ, ഒരാളെ നിസ്സാരവൽക്കരിക്കുവാൻ അവനില്ല. അതാണ് വലാ യഹ്ഖിറു അഹദൻ, ഒരാളെ നിസ്സാരമാക്കുന്നില്ലെന്ന്. അവനൊക്കെ ആരാ, അയാളൊക്കെ ഏതാ, അവരൊക്കെ എന്നാണ്ടായത്, അവരൊക്കെ എന്നാ വലുതായത്, നമ്മളൊക്കെ പലപ്പോഴും പറയുന്ന കേൾക്കുന്ന വാക്കാണതൊക്കെ. അവനൊക്കെ എനിക്കറിയാമല്ലോ, എന്റെ വാപ്പാനെ എനിക്കറിയാം, എന്നാ അവരൊക്കെ വലിയ ആളുകളായത് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും അടിച്ചിരുത്തുന്ന, എല്ലാവരെയും കൊച്ചാക്കുന്ന സ്വഭാവങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ആരെയും ഒന്നിനും പറ്റാത്തവരായി കാണുകയല്ല വേണ്ടത്. എല്ലാവരെ കുറിച്ചും സൽവിചാരമാണ് ഒരു വിശ്വാസിക്ക് വേണ്ടത്. ഒരാൾക്ക് പ്രയാസമുണ്ടായാൽ സന്തോഷിക്കാൻ പാടില്ല. ഒരാൾക്കൊരു പ്രയാസം ഉണ്ടായി അതിൽ സന്തോഷമുണ്ടാകുന്നുവെങ്കിൽ അതുപോലും ഈമാനിന്റെ ന്യൂനതയാണ് എന്നാണ്. അവനത് വേണം, അവനങ്ങനെ കിട്ടണം, അവന് ആവശ്യമാണ്, അവനത് അർഹിക്കുന്നുണ്ട്. അല്ല, അതല്ല വേണ്ടത്. ഒരാൾക്കുണ്ടാകുന്ന മുസീബത്തിനെ തന്റെ സന്തോഷത്തിന്റെ ഒരു നിമിത്തമായി കാണുകയല്ല അവൻ വേണ്ടത്. അസൂയ ഉണ്ടായിക്കൂടാ. ഒരാളെ കുറിച്ചും തെറ്റായ വിചാരം ഉണ്ടായിക്കൂടാ. അവൻ മോശക്കാരനാണ്, അവൻ ശരിയല്ല, അവൻ അങ്ങനെയല്ല, ഇവനെങ്ങനെയാണ്. ആ വക തെറ്റായ വിചാരം ഒരാളെ കുറിച്ചും വെച്ചു പുലർത്തിക്കൂടാ എന്നാണ്. എവിടെയാണോ ഒരാളെ കുറിച്ച് അങ്ങനെ കൃത്യമായി വിചാരിക്കേണ്ട സന്ദർഭം അവിടെ മാത്രമേ വിചാരിക്കാവൂ. അല്ലാത്തിടത്ത് ഒരാളെ കുറിച്ച് മോശമായി വിചാരിച്ച് എല്ലാവരും കുഴപ്പക്കാരാണ്, എല്ലാവരും മോശക്കാരാണ്, ഞാൻ മാത്രമാണ് നല്ലവൻ, ഞാനാണെല്ലാം തികഞ്ഞവൻ എന്ന ധാരണയല്ല ഒരു വിശ്വാസിക്ക് ഉണ്ടാവേണ്ടത്. ഹുസ്നുൽ-ളന്നാണ്, എല്ലാരെ കുറിച്ചും സൽവിചാരമാണ് അവനുണ്ടാവേണ്ടത്. കാരണം ഖുർആന വസുന്നത വൽഫിഖ്ഹ ദലീലഹു ഇലാ കുല്ലി ഖുലുഖിൻ ഹസൻ, അവന്റെ എല്ലാ സൽസ്വഭാവത്തിലേക്കും അവന്റെ വഴികാട്ടി അള്ളാഹുവിന്റെ കിതാബാണ്, റസൂലിന്റെ സുന്നത്താണ്. ആ കിതാബും സുന്നത്തും പരിചയപ്പെടുത്തുന്ന ഇൽമാണ് അവനുള്ള വഴികാട്ടി. അതടിസ്ഥാനത്തിലാണ് അവൻ തന്റെ ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നതാണ്. എല്ലാ രംഗത്തും ഒരു ശ്രദ്ധ. വിശുദ്ധ ഖുർആനിനെ, പ്രവാചക സുന്നത്തിനെ വഴികാട്ടിയായി, ആ ദലീലിനെ ദലീലായി കൊണ്ടുപോകുന്നവനാണ് ഞാൻ. ദലീൽ എന്ന് പറഞ്ഞാൽ വഴികാട്ടി എന്നാണ് നേരർത്ഥം. പോകുന്ന റൂട്ടിൽ വഴി കാണിക്കാൻ വെക്കുന്ന ചൂണ്ടികൾ, അത് ദലീൽ എന്നാണ് പറയുക. അത് നോക്കിയിട്ടാണല്ലോ വാഹനം ഓടിച്ചു പോവുക. യാത്ര പോകുമ്പോൾ റോട്ടിലൊക്കെ ഇടക്കിടക്ക് അവിടെ ബോർഡുകൾ കാണും. ആ ബോർഡ് നമ്മുടെ ദലീലാണ്. ആ ബോർഡിൽ കാണുന്ന ആരോ മാർക്ക് നോക്കിയിട്ടാണ് നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും റോഡുകൾ മാറിയും ഒക്കെ പോകാറുള്ളത്. എങ്കിൽ ഇവന്റെ ദലീല് വിശുദ്ധ ഖുർആനാണ്, പ്രവാചകന്റെ സുന്നത്താണ്. അത് ദലീലാക്കിയിരിക്കുന്നു എല്ലാ രംഗത്തേക്കും. അതുകൊണ്ട് തന്നെ അവന്റെ മുഴുവൻ അവയവങ്ങളെയും അവൻ സംരക്ഷിക്കുന്ന, കാത്തു സൂക്ഷിക്കുന്നതിനാണ് വിലക്കപ്പെട്ട എല്ലാ കാര്യത്തിൽ നിന്നും. എന്തൊക്കെ ചെയ്യാൻ പാടില്ലാത്തതുണ്ടോ ചെയ്യില്ല അവൻ. അവന്റെ കണ്ണ്, അവന്റെ കാത്, അവന്റെ കൈ, അവന്റെ കാല്, അവന്റെ മുഴുവൻ അവയവങ്ങളെയും കൃത്യമായ ഒരു സുരക്ഷയിലാണ്, സംരക്ഷണ വലയത്തിലാണ് അവൻ കൈകാര്യം ചെയ്യുക. അല്ലാതെ നാട്ടുകൂടൊക്കെ ഉണ്ടാകുന്ന എല്ലാ സംഗതിയും കേൾക്കാനുള്ളതല്ല നമ്മുടെ കാത്. അവിടെയുള്ള എല്ലാ കാഴ്ചയും പോയി കാണാനുള്ളതല്ല
നമ്മുടെ കണ്ണ്. എനിക്കവിടെ പോകാൻ പറ്റുമോ? എനിക്കത് കാണാൻ പറ്റുമോ? എനിക്കത് കേൾക്കാൻ പറ്റുമോ? എനിക്കവിടെ ഇടപെടാൻ പറ്റുമോ? അത് എനിക്ക് അനുകൂലമായോ പ്രതികൂലമായാണോ ബാധിക്കുക എന്റെ പരലോകത്തേക്ക്? അത് എങ്ങനെയാണ് എനിക്കത് ബാധിക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടാണ് എല്ലാ രംഗത്തും അവൻ ഇടപെടുക. എന്നു മാത്രമല്ല, അദ്ദേഹം വീണ്ടും പറയുന്നു, ഇങ്ങോട്ട് അവനോട് ദുൽമ കാണിച്ചാൽ പോലും അങ്ങോട്ട് അവൻ ദുൽമ കാണിക്കുന്നില്ല എന്നാണ്. ഇങ്ങോട്ട് ദുൽമ കാണിച്ചാൽ അവൻ അങ്ങോട്ട് ദുൽമ കാണിക്കയില്ല. അവൻ ദുൽമ ചെയ്താൽ അവൻ അങ്ങോട്ട് മാപ്പാണ് നൽകുക എന്നാണ്. അങ്ങോട്ടും ദുൽമ ചെയ്താൽ പിന്നെ ഇവനും അവനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? പരലോക ബോധമില്ലാത്തവൻ, ഈമാനില്ലാത്തവൻ, പടച്ച റബ്ബിനെ കുറിച്ച് ബോധമില്ലാത്തവൻ ഇങ്ങോട്ട് പല ദുൽമും കാണിക്കും. അതൊക്കെ മാപ്പ് നൽകുന്നവനാണ് സത്യവിശ്വാസി എന്നാണ്. ഇവന്റെ നില ഇങ്ങോട്ട് അറിവില്ലാത്ത രൂപത്തിൽ ജഹാലത്തോട് പദം ചെയ്ത അവനോട് അവിവേകം കാണിച്ചാൽ അങ്ങോട്ട് വിവേകമാണ് കാണിക്കുക എന്നാണ്. ഇങ്ങോട്ട് എന്തും വിളിച്ചു പറയാം മനുഷ്യന്മാർക്ക്. ഒരുപക്ഷെ ഒരുപാട് ചീത്ത പറഞ്ഞേക്കാം, നമ്മളെ പറ്റി മോശം പറഞ്ഞേക്കാം, എന്നാൽ തിരിച്ച് അതേപോലെ അങ്ങോട്ടും പറയുക. അതല്ല ഈമാൻ. ഇങ്ങോട്ട് എങ്ങനെ പെരുമാറിയാലും അങ്ങോട്ട് എങ്ങനെ പെരുമാറണമെന്നതിന് അവന് പെരുമാറ്റ ചട്ടമുണ്ട്. അതനുസരിച്ചാണ് അവൻ ചെയ്യുക. ഒരാളുടെ അന്യായം കാണിക്കുന്നില്ല, അതിക്രമം കാണിക്കുന്നില്ല. ഇവന്റെ നില ഇങ്ങോട്ട് അതിക്രമം കാണിച്ചാലോ അവിടെയും സ്വബറ, അവൻ ക്ഷമിക്കുന്നുവെന്നാണ്. അല്ലാതെ അത് തിരിച്ച് അങ്ങോട്ടും ചെയ്യാനല്ല സത്യവിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ എല്ലാ രംഗത്തും അവൻ ഒരു അടുക്കും ചിട്ടയും. കാരണം അവൻ സ്ഥാനമാനവും ഉയർച്ചയും അംഗീകാരങ്ങളുമെല്ലാം അവൻ ആഗ്രഹിക്കുന്നത് പടച്ച റബ്ബിൽ നിന്നാണ്, അല്ലാതെ പടപ്പുകളിൽ നിന്നല്ല. പടപ്പുകൾക്കൊരു സ്ഥാനമുണ്ടാകണമെന്ന് അവന്റെ അജണ്ടയെ അല്ല. എല്ലാവരും എന്നെ പരിഗണിക്കണം, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, എല്ലാവരും മുമ്പ് ഞാൻ വലിയ ആളാവണം, എനിക്കെല്ലാ സ്ഥലത്തും അംഗീകാരം കിട്ടണം, അതല്ല അവന്റെ ലക്ഷ്യം. അവൻ ആഗ്രഹിക്കുന്നത് പടച്ച റബ്ബിന്റെ പക്കൽ എനിക്ക് സ്ഥാനം വേണം, പടച്ച റബ്ബ് എന്നെ അംഗീകരിക്കണം, സ്വർഗത്തിലേക്ക് എത്തണം, അവിടെ വലിയ സ്ഥാനവും പദവിയും എല്ലാം ഉണ്ടാകണം എന്നാണ് അവന്റെ ചിന്ത. അല്ലാതെ ആളുകൾക്കിടയിൽ ഞാൻ എങ്ങനെ വലിയ ആളാകും, ആളുകൾ എന്നെ ബഹുമാനിക്കും, എല്ലാവർക്കും ഞാൻ എങ്ങനെ വേണ്ടപ്പെട്ടവനാകും, അതൊന്നും അവന്റെ അജണ്ടയല്ല. ഇങ്ങനെ സഹോദര ജീവിതത്തെ എല്ലാ രംഗത്തും കൃത്യമായ അടുക്കും ചിട്ടയും അഥവാ വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തുമാണ് നമ്മുടെ ദലീൽ, നമ്മുടെ വഴികാട്ടിയതാണ്, നമ്മുടെ മുർഷിദ്, നമ്മുടെ വഴികാട്ടി മാർഗദർശി കിതാബും സുന്നത്തുമാണ്. ആ രണ്ടും മുമ്പിൽ വെച്ചുകൊണ്ടാണ് ജീവിതത്തിലെ ഓരോ രംഗത്തും നാം ഇടപഴകേണ്ടത്. അതാണ് ഈമാനിന്റെ ബാഹ്യമായ പ്രകട രൂപം എന്നുള്ളത്. അല്ല ഈമാൻ ഉണ്ടെന്നും പറഞ്ഞ് എന്തും ചെയ്യാമെന്നുള്ളതല്ല. ഈമാൻ കൂടും കുറയുമെന്ന് പറഞ്ഞത് ഇതിനെല്ലാം അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഞാനൊരു മുഅ്മിനാണ്, അള്ളാഹുവിന്റെ കിതാബ് ദലീലായി സ്വീകരിച്ച, നബിതങ്ങളുടെ സുന്നത്തിനെ ദലീലായി സ്വീകരിച്ച, പടച്ച റബ്ബിനെ വിശ്വസിക്കുന്ന, പരലോകം യാഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന, നരകത്തെ പേടിക്കുന്ന ഒരു മുഅ്മിനാണ്, ഒരു വിശ്വാസിയാണ് ഞാൻ. അതുകൊണ്ട് അതെനിക്കനുയോജ്യമല്ല, ഇതെനിക്ക് പറ്റിയതല്ല, ഈ മാർഗം എനിക്ക് സ്വീകാര്യമായതല്ല, ഈ വഴിക്ക് ഞാൻ പോകാവതല്ല, എന്റെ റൂട്ട് ഇതാണ്, എന്റെ മാർഗം ഇതാണ് എന്ന് കൃത്യമായ അറിവോടുകൂടി, കൃത്യമായ തിരിച്ചറിവോടുകൂടിയാണ് ഒരു വിശ്വാസി ദുനിയാവിലെ അവരുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. അല്ലാതെ എല്ലാവരും പോകുന്ന പോക്ക് നോക്കി, ഭൂരിപക്ഷം നോക്കി, എല്ലാവരും എന്താ ചെയ്യുന്നത് അതേപോലെ ചെയ്യാം, ഞാൻ മാത്രം ഇനി മാറി നിന്നിട്ട് എന്ത് കാര്യം എന്നൊന്നുമല്ല. ഒരാളും കൂടെ ഇല്ലെങ്കിലും നമ്മൾ പടച്ച റബ്ബിന്റെ മാർഗത്തിലാണ് മുന്നോട്ട് പോകേണ്ടത്. അല്ലാഹു തആല ഒരുപക്ഷെ ആശ്വാസം നൽകിയേക്കാം, ഒരുപക്ഷെ പ്രയാസങ്ങൾ നൽകിയേക്കാം. രണ്ടിലും അവനെ സംബന്ധിച്ച് പ്രയാസമൊന്നുമില്ല എന്നാണ്. അള്ളാഹു അവന് ആശ്വാസം നൽകിയാൽ അത് അവന് ഉപയോഗപ്പെടുത്തുന്നു. അതല്ല പടച്ച റബ്ബിനെ കുറിച്ച് പ്രയാസമായി നൽകിയത് എങ്കിലും അവനെ സംബന്ധിച്ച് പ്രശ്നമൊന്നുമില്ല. എത്ര കുറച്ച് കിട്ടിയാലും അത് സംതൃപ്തനാണവൻ. അങ്ങനെയാകുമ്പോൾ അവനത് മതിയാകുമെന്നാണ്. സംതൃപ്തിയുണ്ടോ അത് മതി, ബുദ്ധിമുട്ടാണ്, വീടില്ല, ആയിക്കോട്ടെ അൽഹംദുലില്ലാഹ്, എന്നാലും ബാക്കിയെല്ലാം ഉണ്ടല്ലോ. അതല്ലെങ്കിൽ വലിയ സമ്പാദ്യമൊന്നുമില്ല, സ്വന്തമായി വാഹനമില്ല, സൗകര്യങ്ങളില്ല, അൽഹംദുലില്ലാഹ്, ആയിക്കോട്ടെ, ഉള്ളത് മതി, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഖനാഅത്ത്, അവൻ തൃപ്തിപ്പെടുന്നു ബിൽ ഖലീൽ, എത്ര കുറച്ചാണെങ്കിലും അത് തൃപ്തിപ്പെടുന്നു. ഫയക്ഫീഹി, അപ്പൊ അവന് മതിയാകുമെന്നാണ്. ആ തൃപ്തിപ്പെടുന്ന മനസ്സില്ലെങ്കിലോ എത്ര കിട്ടിയാലും മതിയാവുകയുമില്ല. എനിക്കുമേറെ ദുനിയാവ് സമ്പാദിക്കാൻ കഴിഞ്ഞാലും മതിയാവുകയില്ല. അതിനേക്കാളേറെ ആവശ്യങ്ങൾ അവനപ്പുറത്ത് വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. അതല്ല സത്യവിശ്വാസി. പടച്ച റബ്ബ് തന്നതിൽ തൃപ്തിപ്പെടുക, അൽഹംദുലില്ലാഹ്, അതിൽ ശുക്ർ കാണിച്ച്, അത് റബ്ബിന് നന്ദി കാണിച്ചുകൊണ്ട് അവൻ മുഅ്മിനായി മുത്തഖിയായി തന്റെ പരലോകത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. എല്ലാ രംഗത്തും അടുക്കും ചിട്ടയും അവൻ പാലിക്കുന്നു. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥ ഈമാന്റെ ആളുകൾ. സുതംഫാദിലെ ഓതി വെച്ച ഈ ആയത്ത്
കഴിഞ്ഞ 2 വെള്ളിയാഴ്ച മോദി വെച്ച ആയത്ത് തന്നെയാണ്. മുഅ്മിനീങ്ങളുടെ ലക്ഷണമാണ് അവിടെ പറഞ്ഞത്. അവര് അള്ളാഹിനെ കുറിച്ച് പറയപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും, അവിടെ മനസ്സിന് പ്രയാസമാണ്, പേടിയാണ്. അള്ളാഹ് എന്ന് പറയപ്പെട്ടു കഴിഞ്ഞാൽ അതാണ് അവരെ എപ്പോഴും പേടിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതാണ് അള്ളാഹിന്റെ ആയത്തുകൾ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുന്നു, പടച്ച റബ്ബിൽ തവക്കുലാക്കുന്നു, നിസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നു, നൽകേണ്ട ബാധ്യതകൾ അവരെല്ലാം കൊടുത്തു വിട്ടുന്നു. അതാണ് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് ഹക്കായ മുഅ്മിനീങ്ങൾ എന്നാണ് ആ അടുത്ത ആയത്തിൽ അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നത്. ഇതെല്ലാം ചെയ്യുന്നവരാരോ അവരാണ് ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, ഹക്കായ മുഅ്മിനീങ്ങൾ അവരാണ്. അപ്പൊ ആ ഹക്കായ മുഅ്മിനായി മാറുക, സാക്ഷാൽ മുഅ്മിനായി മാറുക. പേരുകൊണ്ട് മുസ്ലിമാകാൻ എല്ലാവർക്കും പറ്റും. പാസ്പോർട്ട് നോക്കി, ആധാർ കാർഡ് നോക്കി, ജാതിയും മതം ഏതാ നോക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രം അവൻ മുഅ്മിനാകണമെന്നില്ല. അതാണ് ശരിയായ മുഅ്മിനീങ്ങൾ. ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ്ഖാ, അവരാണ് ഹക്കായ ശരിയായ മുഅ്മിനീങ്ങൾ. അവർക്കാണ് പരത്തിക വിജയം. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറത്തും വറിസ്ഖുൻ കരീം, അവർക്കാണ് പടച്ച റബ്ബിന്റെ പക്കൽ വലിയ സ്ഥാനങ്ങളും പദവികളും പാപമോചനവും എല്ലാം ഉള്ളത് അവർക്കാകുന്നുവെന്നാണ്. ആ മുഅ്മിനാണ് നമ്മളാകേണ്ടത്. അല്ലാതെ അടിഞ്ഞിട്ടി കാടില് ജാതി മതം രേഖപ്പെടുത്തിയത് മാത്രം പരലോകത്ത് രക്ഷപ്പെടണമെന്നില്ല. പേരുകൊണ്ട് മുസ്ലിമായി, നാട്ടിലൊക്കെ മുസ്ലിമായി അറിയപ്പെടുന്നു, എല്ലാവർക്കും മുമ്പിൽ അവൻ മുസ്ലിമാണ്. അതുകൊണ്ട് മാത്രം ഈമാൻ ശരിയാകണമെന്നില്ല. ശരിയായ മുഅ്മിനീങ്ങളായി, ഈമാൻ ഉള്ളവരായി ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യവിശ്വാസി ജീവിതത്തിലെ എല്ലാ രംഗത്തും കൃത്യമായ ഒരു അടുക്കും ചിട്ടയും വ്യതിരിക്തതയും കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്നാണ് സൂചിപ്പിച്ചത്. സർവോപരി വിശ്വാസ രംഗത്ത് കൃത്യമായ പ്രമാണബദ്ധമായ വിശ്വാസമാണ് അവൻ സ്വീകരിക്കുന്നത്. കേട്ടുകേൾവിയും കീലക്കാലകളും കിനാക്കഥകളും അങ്ങനെ പാരമ്പര്യമായി കൈമാറിപ്പോന്ന എന്തൊക്കെയോ ചില അന്ധവിശ്വാസങ്ങളും അതൊന്നുമല്ല അവന്റെ വിശ്വാസം എന്നത്. അവന്റെ വിശ്വാസം വിശുദ്ധ ഖുർആനിലും പ്രവാചക വചനങ്ങളിലും എന്താണോ വിശ്വാസമായി പഠിപ്പിച്ചത് അതാണ് അവന്റെ അഖീദ. അഖീദയാണ് എല്ലാത്തിന്റെയും അസ്ല്. വിശ്വാസം ശരിയായെങ്കിലേ ബാക്കി പറയപ്പെട്ട എല്ലാം കൊണ്ടും പ്രയോജനമുള്ളൂ. എല്ലാം ക്ലിയറായി വിശ്വാസം ശരിയല്ല എങ്കിൽ സ്വീകാര്യമല്ല. വിശുദ്ധ ഖുർആനിൽ 25 പ്രവാചകന്മാരെ പേരാണ് അല്ലാഹു തആല മൊത്തം എടുത്തു പറഞ്ഞത്. ധാരാളം പ്രവാചകന്മാരെ പരാമർശിച്ചു പോയി, പക്ഷെ പേരെടുത്തു പറഞ്ഞത് 25 അമ്പിയാക്കളെയാണ്. അതിൽ 18 അമ്പിയാവിന്റെ പേര് പറഞ്ഞ സൂറത്താണ് സൂറത്തുൽ അൻആം. അതിൽ 86 വരെയുള്ള ആയത്തുകൾ 18 പ്രവാചകന്മാരെ പേര് അല്ലാഹു തആല ഒന്നാകെ എണ്ണിപ്പതായി കാണാൻ കഴിയും. ശേഷം 88ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, വലൗ അസ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഇവരാര് ശിർക്ക് ചെയ്താലും ശരി അവരുടെ അമലെല്ലാം ബാത്തിലായി പോകും. 18 അമ്പിയാക്കന്മാരെ പേര് പറഞ്ഞിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, ഈ പറയപ്പെട്ട അമ്പിയാക്കൾ ആരാണെങ്കിലും ശരി അവർ ശിർക്ക് ചെയ്താൽ അവരുടെ അമലൊക്കെ ബാത്തിലായി പോകുമെന്നാണ്. എത്ര ഗൗരവമാണ് ആ പദപ്രയോഗം. സൂറത്തുൽ സുമർ 39ാമത്തെ അധ്യായം 65ാമത്തെ ആയത്തിൽ അല്ലാഹു തആല നബിയോട് പറഞ്ഞു, നബിയെ നിങ്ങൾക്കിതാ ഒരു വഹി നൽകുന്നു. വലഖദ് ഊഹിയ ഇലൈക, നബിയെ നിങ്ങൾക്കിതാ വഹി നൽകപ്പെട്ടിരിക്കുന്നു, ദിവ്യബോധനം അറിയിക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല വഇലല്ലദീന മിൻ ഖബ്ലിക, നിങ്ങൾക്ക് മുമ്പ് വന്ന എല്ലാ റസൂലുമാർക്കും എല്ലാ അമ്പിയാക്കൾക്കും ഇതേ വഹി നാം നൽകിയിട്ടുണ്ട് എന്നാണ്. ആദം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെയുള്ള എല്ലാ അമ്പിയാരും അല്ലാഹു കൊടുത്ത വഹി അതെന്താ? ലൈൻ അസ്റക്ത ലയഹ്ബതന്ന അമലുക,
നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമൽ ബാത്തിലായി പോകും. ആദം നബിക്ക് അല്ലാഹു കൊടുത്ത വഹയാണ്, നൂഹ് നബിക്ക് അല്ലാഹു കൊടുത്ത വഹയാണ്, എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു കൊടുത്ത വഹയാണ്. നബി ഞങ്ങൾക്ക് വഹയി കൊടുത്തത് മാത്രമല്ല, നബിയുടെ പ്രത്യേകം പറഞ്ഞു, നബിയെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളെ മുമ്പുള്ളവർക്കും ഇതേ വഹി നാം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് നബിയോട് അല്ലാഹു പ്രത്യേകം അറിയിച്ചത്. നിങ്ങൾ ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലെല്ലാം ബാത്തിലായി പോയി, എല്ലാം പൊളിഞ്ഞു പോയി. മിനൽ ഖാസിരീൻ, തീർച്ചയായും നിങ്ങൾ നഷ്ടക്കാരായി മാറുക തന്നെ ചെയ്യും. നബി ഞങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, മൻ മാത യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൻ നാർ. പടച്ച റബ്ബിൽ വല്ലതും പങ്കു ചേർത്തുകൊണ്ട് ആരെങ്കിലും മരിക്കുന്നുവെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. വ്യക്തമായി നബി ഞങ്ങൾ പഠിപ്പിച്ച ഹദീസാണത്. അല്ലാഹു തആല പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നബി ഞങ്ങൾ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, യബ്ന ആദം, അല്ലയോ ആദമിന്റെ പുത്ര, മനുഷ്യപുത്ര. അല്ലാഹ് മനുഷ്യന്മാരെ വിളിച്ചുകൊണ്ട് പറയുന്ന കാര്യം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയിക്കുകയാണ്. അല്ലാഹ് പറയുന്നു, യബ്ന ആദം, ആദമിന്റെ പുത്ര, നീ നാളെ പരലോകത്ത് എന്റെ അടുക്കൽ വരുന്നുവെങ്കിൽ, നീ പരലോകത്തിന്റെ അടുക്കൽ വരുന്നു എങ്ങനെ? ഭൂമി നിറയെ പാപം ചെയ്തുകൊണ്ടാണ് നീ വരുന്നത്. ഇദാ അതൈതനി ബിഖുറാബിൽ അർളി ഖതായ, ഭൂമി നിറയെ പാപങ്ങൾ ചെയ്തുകൊണ്ടാണ് നീ വന്നത്. സുമ്മ ലഖീതനി ലാ യുശ്രികു ബി ശൈഅ, പക്ഷേ എന്നിൽ നീ ശിർക്കൊന്നും ചെയ്തിട്ടില്ല, പങ്കു ചേർത്തിട്ടില്ല, അല്ലാത്ത എല്ലാ തിന്മയും നീ ചെയ്തിട്ടുണ്ട്. നിന്റെ തിന്മകൾ ഭൂമി നിറക്കാൻ മാത്രമുണ്ട്. ഖുറാബ് എന്ന് അറബിൽ ഉപയോഗിക്കുക മിൽഉഹ എന്നാണ്, നിറക്കാൻ മാത്രമുള്ള പാപം, ഭൂമി മൊത്തം നിറയാൻ മാത്രം പാപം ചെയ്തിട്ടാണ് നീ വന്നത്. പക്ഷെ ശിർക്ക് നിന്നിലില്ല, പടച്ച റബ്ബിൽ നീ പങ്കു ചേർത്തിട്ടില്ല എങ്കിൽ ലഅതൈതുഹാ ബിഖുറാബിഹാ മഗ്ഫിറ, എങ്കിൽ ആ ഭൂമി നിറയെ പാപമോചനവുമായി ഞാൻ നിന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരാം. ഭൂമി നിറയെ പാപം ചെയ്തവന് ഭൂമി നിറയെ പാപമോചനം അല്ലാഹു തആല നൽകും. ഒറ്റ നിബന്ധന, ശിർക്ക് ഉണ്ടാകാൻ പാടില്ല. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഹദീസ് വെച്ചുകൊണ്ട് പറഞ്ഞു, തൗഹീദുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഓഫറാണിത് എന്നാണ്. മറ്റാർക്കുമില്ലാത്തൊരു ഓഫർ, സ്പെഷ്യൽ ഓഫർ. തൗഹീദ് ശരിയായവൻ, വിശ്വാസം ശരിയാണെങ്കിൽ അവന് മാത്രം അല്ലാഹു കൊടുത്ത ഓഫർ. കാരണം എന്താ? ഭൂമി നിറയെ പാപം ചെയ്തവന് ഭൂമി നിറയെ പാപമോചനമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു ശർത്ത് വെച്ചു, അല്ലാ യുശ്രിക ബിഹി ശൈഅ, ശിർക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന നിബന്ധന വെച്ചുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ഞാൻ പുറത്തു തരാം. എത്ര പാപങ്ങൾ ചെയ്താലും ആ പാപങ്ങളെല്ലാം പുറത്തു തരാം, നിബന്ധനയുണ്ട്, എന്നിൽ പങ്കു ചേർക്കാൻ പാടില്ല. പടച്ച റബ്ബിന്റെ നാമങ്ങൾ, അവന്റെ ഗുണങ്ങൾ, അവന്റെ വിശേഷണങ്ങൾ, അവന് മാത്രം അവകാശപ്പെട്ട പ്രാർത്ഥനകൾ, മറ്റു ആരാധനകൾ, നേർച്ച, സത്യം ചെയ്യൽ, സുജൂദ്, തവാഫ്, റുകൂഅ് തുടങ്ങി ഇബാദാത്തുകൾ പടച്ച റബ്ബിനു മാത്രം സമർപ്പിക്കുക. അത് മറ്റാർക്ക് കൊടുത്താലും അതിന്റെ പേര് ശിർക്ക് എന്നാണ്. അത് നബിയോടായാലും വലിയനോടായാലും മഹാനോടായാലും ഖബറിലായാലും കല്ലായാലും മരമായാലും ബിംബമായാലും ഏത് സൃഷ്ടിയോട് ഇബാദത്തിന്റെ ഏത് അംശം സമർപ്പിച്ചാലും പടച്ച റബ്ബിൽ പങ്കു ചേർത്തു അവൻ. അള്ളാഹുവിന്റെ നാമത്തെ ഒരു പടപ്പിന് വകവെച്ചു കൊടുത്താൽ റബ്ബിൽ പങ്കു ചേർത്തു അവൻ. അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കുമെന്ന പദപ്രയോഗം പോലും ശിർക്കിന്റെ പദങ്ങളാണ്. ലോകം മൊത്തം നിയന്ത്രിക്കാൻ പോലും സാധിക്കുന്ന മനുഷ്യന്മാരെ ഇവരെ പരിചയപ്പെടുത്തുന്നുവെങ്കിൽ അത് ശിർക്കല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് ഇസ്ലാമിക അധ്യാപന പ്രകാരം ശിർക്കുള്ളത്? നബിയുടെ മുമ്പിൽ വന്ന ഒരാൾ പറയുന്ന, നബിയെ നിങ്ങളും അല്ലാഹും ഉദ്ദേശിച്ചാൽ അതാ സംഭവിക്കുക. മാഷാ അല്ലാഹു വശിഖ്ത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ നിങ്ങളും അല്ലാഹും ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാകും. നബിയുടെ മറുപടി എന്താ? അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അല്ലാഹുവിനെ പോലെ ആക്കുകയാണോ ചോദിച്ചു. പടച്ച റബ്ബിനെ പോലെ നീ എന്നെ ആക്കുകയാണോ, നീ എന്നെ തുല്യമാക്കുകയാണോ പടച്ച റബ്ബിന് എന്നാണ് നബി തങ്ങളുടെ ചോദ്യം. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, അല്ലാഹും റസൂലും ഉദ്ദേശിച്ചാൽ. പക്ഷേ നീ എന്നെ റബ്ബിനെ പോലെ ആക്കുകയാണോ എന്നാണ് ചോദിച്ചത്. എങ്കിൽ സഹോദരങ്ങളെ, ആ ശിർക്ക് ജീവിതത്തിൽ ഇല്ലാതിരിക്കാനുള്ള കണിശത നിർബന്ധമായും പാലിച്ചേ പറ്റും. അല്ലെങ്കിൽ എല്ലാം ബാത്തിലാണ്. എത്ര അമൽ ചെയ്താലും, എത്ര മുത്തഖിയാണെന്ന് കണ്ടാലും, എല്ലാ നിസ്കാരങ്ങളും എല്ലാ നോമ്പുകളും എപ്പോഴും ഖുർആൻ പാരായണവും തസ്ബീഹും സലാത്തും ദാനധർമ്മങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ശിർക്ക് സംഭവിച്ചുവെങ്കിൽ അമ്പിയാക്കളോടാണ് പറഞ്ഞ, നബിയെ നിങ്ങൾ ശിർക്ക് ചെയ്താലും നിങ്ങൾ അമൽ ബാത്തിലാണ്. 18 അമ്പിയാക്കന്മാരെ പേര് എണ്ണി പറഞ്ഞിട്ടാണ് അല്ലാഹ് പറഞ്ഞത്, ഇവരാര് ശിർക്ക് ചെയ്താലും എല്ലാം ബാത്തിലാണ്.
എങ്കിൽ പിന്നെ നമ്മോടും അതല്ലേ പറയാനുള്ളത്. അതുകൊണ്ട് സത്യവിശ്വാസിയുടെ വിശ്വാസം എപ്പോഴും സത്യവിശ്വാസമായിരിക്കണം. അതെന്താ? അല്ലാഹ് പഠിപ്പിച്ചത്, റസൂൽ പഠിപ്പിച്ചത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാത്തൊക്കെ അന്ധവിശ്വാസമാണ്. വിശ്വാസം അന്ധവിശ്വാസം വേർതിരിക്കാനുള്ള മാനദണ്ഡം പ്രമാണത്തിലുണ്ടോ അത് വിശ്വാസമാണ്, പ്രമാണത്തിലില്ലേ അത് അന്ധവിശ്വാസമാണ്. അത് നമ്മളെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയോ ഇല്ലേ അതല്ല അതിന് മാനദണ്ഡം. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതൊക്കെ അന്ധവിശ്വാസം. അങ്ങനെയില്ല. അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു എങ്കിൽ അത് വിശ്വാസമാണ്. നമുക്കത് മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും, നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും അത് വിശ്വാസമാണ്. സൂറത്തുൽ ബഖറ അല്ലാഹ് പറഞ്ഞു, ഒരു പശുവിനറുത്ത് അതിന്റെ ഭാഗമെടുത്ത് മരിച്ചാൾ അടിച്ചു, മരിച്ചാൾ എഴുന്നേറ്റു. ഖുർആൻ പറഞ്ഞ കാര്യമാണ്. സൂറത്തുൽ ബഖറ പേര് വരാൻ പോലും കാരണം അതല്ലേ. ഒരു പശുവിനെ മഞ്ഞ പശുവാകണം, പ്രായം കൂടാൻ പാടില്ല, പച്ച ഇളയതാകാൻ പാടില്ല, കൃഷിക്ക് ഉപയോഗിച്ചതാകാൻ പാടില്ല, തേയില നനയ്ക്കാൻ ഉപയോഗിച്ചതാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു പശുവിനെ കണ്ടെത്തി അറുത്ത് ഫഖുൽ നദ്രിബൂഹു ബിബഅലിഹാ, അതിന്റെ ഭാഗമെടുത്ത് നിങ്ങൾ ആ മയ്യിത്തിൽ അടിക്കുക. അടിച്ച മയ്യിത്ത് എഴുന്നേറ്റു എന്നുള്ള ഖുർആൻ. ഇത് അന്ധവിശ്വാസമാണോ? അല്ല, ഇത് വിശ്വാസമാണ്. എന്താ മാനദണ്ഡം? ഇത് അല്ലാഹ് പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു, അതാണ് മാനദണ്ഡം. സൂറത്തുൽ ഫീൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബയെ തകർക്കാൻ ഒരു വലിയ സംഘം ആനപ്പടയുമായി യമനിൽ നിന്ന് വരുന്ന അബ്രഹത്ത് രാജാവിന്റെ നേതൃത്വത്തിൽ ആ ആന സംഘത്തെ തകർത്തത് അല്ലാഹ് പക്ഷികളെ പറഞ്ഞയച്ചുകൊണ്ടാണ്. വഅർസല അലൈഹിം തയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. അബാബീൽ പക്ഷികൾ, കൂട്ടം കൂട്ടമായി വരുന്ന ചെറിയ ചെറിയ പക്ഷികൾ ആകാശത്തൂടെ പടർന്നു വന്ന് ചൂടുള്ള കല്ലുമായിട്ടാണ് പക്ഷി വരുന്നത്. ആ കല്ല് അവൾ എറിയുന്നു, ആ കല്ലുകൾ ആനയുടെ മേലെ വന്ന് പതിക്കുന്നു, ആനകൾ ചത്തൊടുങ്ങുന്നു എന്ന് മാത്രമല്ല ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ, ചവച്ചു തുപ്പിയ വൈക്കോൽ ചണ്ടികളെ പോലെയാക്കി മാറ്റി ആ ആനകൾ. ഇത് അന്ധവിശ്വാസമാണോ? അല്ല, ഇത് പ്രമാണത്തിലുണ്ട്. ഖുർആൻ അല്ലാഹ് പറഞ്ഞു സത്യമാണ്. അപ്പൊ ഒരു വിശ്വാസം സത്യവിശ്വാസമാകാനും അന്ധവിശ്വാസമാകാനുള്ള മാനദണ്ഡം പ്രമാണത്തിലുണ്ടോ ഇല്ലേ എന്നാണ്. അല്ലാഹ് പറഞ്ഞു, റസൂല് പറഞ്ഞു. ഇത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതെന്താ അങ്ങനെ ഉണ്ടാകാൻ പറ്റുമല്ലോ, അതുണ്ടാവില്ലല്ലോ, ആ വക ന്യായമില്ല. അതാണ് വിശ്വാസികളുടെ സവിശേഷത. എല്ലാം തന്റെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ബോധ്യപ്പെട്ടിട്ടല്ല അവൻ സ്വീകരിക്കേണ്ടത്. അല്ലാഹ് ഇലാഹാണ് എന്നും മുഹമ്മദ് നബി അള്ളാന്റെ റസൂലാണ് എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ അല്ലാഹ് പറഞ്ഞൊക്കെ സത്യമാണ്, ആ റസൂൽ പഠിപ്പിച്ചെല്ലാം സത്യമാണ്. അല്ലാതെ ഓരോ സംഗതിയും ചിന്തിച്ചും ആലോചിച്ചും യുക്തി കൊണ്ട് ബോധ്യപ്പെട്ടിട്ട് വേണം അംഗീകരിക്കാൻ എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ സാധ്യമാകണം എന്നില്ല. മനുഷ്യന്റെ യുക്തിക്ക് പരിമിതിയുണ്ട്, അവന്റെ കണ്ണിന് പരിമിതിയുണ്ട്, കാതിന് പരിമിതിയുണ്ട്, കയ്യിന് പരിമിതിയുണ്ട്, ബ്രെയിനിന് പരിമിതിയുണ്ട്, എല്ലാ രംഗത്തും പരിമിതിയുണ്ട്. അല്ലെ, എന്റെ കണ്ണുകൊണ്ട് ലോകത്തിലെല്ലാം കാണണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. ഏത് വലിയ ശബ്ദവും എന്റെ കാത് കൊണ്ട് കേൾക്കാൻ പറ്റണമെന്ന് പറഞ്ഞാൽ കാത് പൊട്ടിപ്പോകുന്നല്ലാതെ കേൾക്കാൻ കഴിയില്ല. എത്ര വലിയ വെയിറ്റും താങ്ങാൻ എനിക്ക് പറ്റണമെന്ന് പറഞ്ഞിട്ട് ഒന്നകെ തലയ്ക്ക് വെച്ചാലോ കഴുത്തൊടിഞ്ഞ ആള് മരിക്കുന്നല്ലാതെ കാര്യമൊന്നുമില്ല. എന്ന പോലത്തെ മനുഷ്യന്റെ യുക്തിക്കും ബുദ്ധിക്കും പരിമിതികളുണ്ട്. അതിൽ ഒതുങ്ങുന്നത് മനസ്സിലാകും, അതിനപ്പുറമുള്ളത് മനസ്സിലാവുകയുമില്ല. തന്റെ പരിമിതിയെ തിരിച്ചറിയല്ലാതെ വേറെ പരിഹാരമൊന്നുമില്ല. തന്റെ പരിമിതിയെ ഞാൻ എത്രയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ശരിയായ വിശ്വാസം സ്വീകരിച്ചുകൊണ്ടല്ലാതെ ജീവിച്ചാൽ പരലോകം നഷ്ടമാണ്, സംശയം ഏതും വേണ്ട. ഈമാൻ ക്ലിയർ ആവണം, അഖീദ വിശ്വാസം ശരിയാവണം. അതിൽ അപാകത വന്നാൽ, അതിൽ പാളിച്ചകൾ വന്നാൽ ബാക്കി ഈ പാലിച്ച എല്ലാ അടുക്കും ചിട്ടയും നഷ്ടമായി മാറും എന്ന് ഗൗരവമായി മനസ്സിലാക്കി ഈമാനിൽ ഒരു ലവലേശം പെശകാതെ കൃത്യമായ വിശ്വാസം തന്നെയാണ് ഞാൻ സ്വീകരിച്ചത് എന്ന ആ ബോധ്യമുണ്ടാകണം. അതിന് ഖുർആനിൽ നിന്ന്, ഹദീസിൽ നിന്ന്, വിശ്വാസയോഗ്യമായ അത്തരം ഗ്രന്ഥങ്ങളിൽ നിന്ന് അഖീദ പഠിക്കാൻ, വിശ്വാസം പഠിക്കാൻ കൂടി നാം തയ്യാറാവുക. എന്താണെങ്കിലും ദുനിയാവെന്ന് എപ്പ യാത്ര പോയാലും പരലോകത്ത് രക്ഷപ്പെടണം, സ്വർഗത്തിലേക്ക് എത്തണം, നരകത്തിൽ രക്ഷപ്പെടണം. അതാവണം നമ്മുടെ ഏറ്റവും മുഖ്യമായ അജണ്ട. അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പാരത്രിക ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മയും കുടുംബത്തെയും എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا
إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب